ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എൻ്റെ പേര് ശ്രീജ. എന്നെ വളരെ ചുരുക്കം പേർക്കേ അറിയുള്ളൂ എന്നെനിക്കറിയാം. ഞാൻ എന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ പാലക്കാട് ഒറ്റപ്പാലം ാണ്. അവിടെയായിരുന്നു എൻ്റെ ബാല്യകാലം, എൻ്റെ വിദ്യാഭ്യാസം എല്ലാം അവിടെയായിരുന്നു. പിന്നെ 20 വയസ്സിലാണ് എൻ്റെ കല്യാണം ഉണ്ടായത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഊട്ടിയടുത്ത് കുന്നൂർ അവിടേക്കാണ് എന്നെ കല്യാണം കഴിച്ചത്. അങ്ങനെ എൻ്റെ ദാമ്പത്യ ജീവിതമൊക്കെ തുടങ്ങി. എനിക്ക് 2 പെൺമക്കളാണ്. അവരുടെയൊക്കെ വിദ്യാഭ്യാസം അവിടെയായിരുന്നു. ഒരു 2013 വരെയൊക്കെ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒക്കെ ആയിട്ട് നാട്ടിലൊക്കെ ഇടയ്ക്ക് വരും പോവും, അങ്ങനെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ എനിക്ക് 2013 മുതൽ ഈ പീരിയഡ്സിൻ്റെ പ്രോബ്ലം വന്നു. അത് ഇറഗുലർ പീരിയഡ്സും ഒക്കെ ആയി. അങ്ങനെ അത് റെഗുലറാക്കാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. കോയമ്പത്തൂർ ആയിരുന്നു ആദ്യം ചെയ്തത്. ഇവിടെ വിമൻസ് സെൻ്റർ എന്ന് പറയും, അവിടെ വന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അതൊക്കെ ചെറിയ മൈനർ പ്രോബ്ലംസ് ആണ്, അപ്പോൾ കുഴപ്പമില്ല ഞാൻ പറഞ്ഞിട്ട് അതിനെ റെഗുലറാക്കാനുള്ള മരുന്ന് തന്നു. അങ്ങനെ ഒരു 5 വർഷം അങ്ങനെ ഞാൻ പോയി. പിന്നെ 5 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചും ഇതേ പ്രോബ്ലം വന്നു. അങ്ങനെ ഞാൻ തിരിച്ചും ഹോസ്പിറ്റലിൽ പോയി. അത് റെഗുലറാവാനുള്ള മരുന്ന് കഴിച്ചു. അങ്ങനെ വിട്ട് ഇങ്ങനെ വന്ന് മരുന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് 2019 ആയപ്പോൾ പിന്നെയും എനിക്കിങ്ങനെ ഓവർ ബ്ലീഡിങ് ആയി. അപ്പോൾ ഞങ്ങൾ കുന്നൂർ തന്നെയുള്ളൊരു ഡോക്ടർ, എല്ലാവർക്കും അറിയണതാണ്. അപ്പോൾ ശരി, അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാം, ഇതിപ്പോൾ ചെറിയൊരു പ്രോബ്ലം അല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ഒരു DNC ചെയ്താൽ മതി ശരിയാവും എന്ന് പറഞ്ഞിട്ട് അതിനുള്ള DNC ഒക്കെ ചെയ്തു. അപ്പോൾ അവിടുന്ന് ബയോപ്സിയൊക്കെ എടുത്ത് അതൊക്കെ നോർമലാണെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചും എനിക്ക് ഇങ്ങനെ ഒരു 5-6 മാസം കുറച്ച് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാനിത് നാട്ടിലൊരു പ്രാവശ്യം വന്നപ്പോൾ നാട്ടിലൊരു വള്ളുവനാട് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ നമുക്ക് മെനോപ്പസ് ആവണ വരെ ഇങ്ങനെ പീരിയഡ്സ് റെഗുലർ ആവാൻ വേണ്ടിയിട്ട് ഒരു മരുന്ന് കഴിക്കാം. മന്ത്ലി 5 ഡേയ്സ്, ആദ്യം 20 ഡേയ്സ് ഒരു 2 മന്ത്സ് കഴിച്ചിട്ട് റെഗുലറായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ മാസവും 5 ഗുളിക വീതം കഴിച്ചാൽ മതി അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 1.5 കൊല്ലത്തോളം അങ്ങനെ പോയി. തിരിച്ചും എനിക്ക് ഈ മരുന്നിലും കുറച്ച് നിൽക്കാതായി. ബ്ലീഡിങ് കുറച്ച് തുടങ്ങിയപ്പം ഞങ്ങൾ ആ ഡോക്ടറെ വന്ന് തിരിച്ചും കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഇതിന് ബയോപ്സി ഒന്ന് എടുത്ത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവിടുത്തെ ഒരു ഡോക്ടർ ബയോപ്സിക്ക് വേണ്ടിയിട്ട് ഉള്ളതൊക്കെ ചെയ്തു. ആദ്യം സ്ക്രീനിങ് ടെസ്റ്റിൽ തന്നെ അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിട്ടും ക്ലിയർ ആയില്ല പറഞ്ഞു. പിന്നെ ഫുള്ള് ബയോപ്സി എടുത്തു. പിന്നെ അതിൻ്റെ റിസൾട്ട് വന്നപ്പം അവരാദ്യം ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊക്കെ കൂടി പറഞ്ഞു. പിന്നെ വീട്ടിലും എല്ലാവരും ചേച്ചിമാരാണ് വീട്ടിലുള്ളത്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞ്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചിരിക്കുന്നു. അച്ഛൻ 2019, അമ്മ 2017. 2 പേരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു. അപ്പോൾ ചേച്ചിമാരാണ് ഏതിനൊക്കെ കൂടെ ഉള്ളത്. അപ്പോൾ അവരും പറഞ്ഞു എന്നാൽ ശരി കോയമ്പത്തൂർ പോവാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കോയമ്പത്തൂർ രാമകൃഷ്ണയിൽ വന്നു. അപ്പോൾ അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ അവർ തിരിച്ചും ഇങ്ങനെ ബയോപ്സി എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബയോപ്സിയൊക്കെ എടുത്ത് 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ ഇത് ക്യാൻസറാണെന്ന് പറഞ്ഞിട്ട് അനലൈസ് ചെയ്തു. അതൊരു വലിയ ഷോക്കായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിലേ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇതിങ്ങനെ കൺവേർട്ട് ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതൊരു വലിയ ഷോക്കായി, മൊത്തം ഫാമിലിക്കേ ഷോക്കായി. മക്കൾ 2 പേരും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ PG, ഒരാൾ ഡിഗ്രി. അങ്ങനെ പിന്നെ
ഡോക്ടർ എനിക്ക് ഭയങ്കര ഷോക്കായി. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഇത് യൂട്രസിലൊക്കെ വരുന്നത് ഭയങ്കര കോമൺ ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമാധാനിപ്പിച്ചു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. 2023 ഓഗസ്റ്റിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഡോക്ടർ പറഞ്ഞൊരു കോഴ്സ് 25 റേഡിയേഷനും 5 കീമോയും ആയിരുന്നു. അങ്ങനെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഫസ്റ്റ് വീക്ക്, ഒക്ടോബർ 11 തീയതി ആയപ്പോഴേക്കും ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഒരു 2 ഇൻറ്റേർണൽ റേഡിയേഷൻ പറഞ്ഞു. ആദ്യം 25 റേഡിയേഷൻ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ 5 വീക്കിലി ഓരോ കീമോ, അങ്ങനെ 5 കീമോവും കഴിഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞ് ഒരു 1 വീക്ക് ഗ്യാപ്പിൽ 2 ഇൻറ്റേർണൽ റേഡിയേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 28 ദിവസം അവർ റെസ്റ്റ് പറഞ്ഞു. ആ ഒരു സമയം നമുക്ക് ഭയങ്കര പേടിയായിരുന്നു മനസ്സിൽ, ഇത് ക്ലിയറായോ ഇല്ലയോ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിന്നു. എൻ്റെ ചേച്ചിമാരായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിലെല്ലാവരായാലും എല്ലാ സപ്പോർട്ടോടും കൂടെ നിന്നു. പിന്നെ മക്കളെക്കുറിച്ചായിരുന്നു ഒരു വിഷമം. കാരണം അവർ ഭയങ്കര വിഷമം ഉണ്ടാവുമല്ലോ, പുറത്തേക്ക് പറഞ്ഞില്ലെങ്കിലും ഭയങ്കര വിഷമമായിരിക്കും. എന്നാലും എല്ലാവരും മാനേജ് ചെയ്തു. അങ്ങനെ 28 ദിവസം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 28 ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി MRI സ്കാനിങ് ഒക്കെ എടുത്ത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്ലിയറായി, കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ കുന്നൂരിൽ നിന്ന് ഹസ്ബൻഡിനും ബിസിനസ് കോയമ്പത്തൂരായി. അങ്ങനെ ഞങ്ങൾ അവിടെ സെറ്റിലായി കോയമ്പത്തൂർ. 2023 ഇവിടെ കോയമ്പത്തൂരാണ്, ഇപ്പോഴും കോയമ്പത്തൂരാണുള്ളത്. അങ്ങനെ ഞങ്ങളിങ്ങനെ ഒരു ചെറിയ ജോലിയൊക്കെ ചെയ്ത്, ഞാനും ഒരു ചെറിയ ഷോപ്പിലൊരു കാഷ്യറൊക്കെ ആയിട്ട്, ഹസ്ബൻഡിനെ അറിയണ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ കാഷ്യറൊക്കെ ആയിട്ട് ഒരു മെൻ്റൽ റിലാക്സിന് വേണ്ടി അങ്ങനെ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ജീവിതയാത്ര തുടർന്നു. അങ്ങനെ 3 മന്ത്സിൽ എനിക്ക് ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ നോർമലാ പറയും. പിന്നെ ലാസ്റ്റ് 2024 സെപ്റ്റംബറിൽ പോയി. എനിക്കപ്പോൾ കാല് ഭയങ്കര കടച്ചിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അന്ന് വന്നിട്ട് മെയിൻ ഡോക്ടറല്ല നോക്കിയത്. അപ്പം അസിസ്റ്റൻ്റ് മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ക്ലിയർ ആയതാണല്ലോ, അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ അസിസ്റ്റൻ്റ് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇതിപ്പം യൂട്രസിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വെരി കോമൺ ആണ്, അത് നോർമലായി കഴിഞ്ഞാൽ പിന്നെയൊന്നും ചാൻസ് ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ സമാധാനിപ്പിച്ചു. അപ്പോൾ ഈ കാല് കടച്ചിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും, നിന്നിട്ടുള്ള വർക്കല്ലേ, അപ്പോൾ അതായിരിക്കും എന്ന് പറഞ്ഞ് ഡോക്ടറും എന്നെ സമാധാനിപ്പിച്ചു. പിന്നെ സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ പകുതിയായി, എനിക്ക് ഈ കാല് വേദന മാറുന്നേ ഇല്ല. അങ്ങനെ തിരിച്ചും ശരി എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ആദ്യം ഈ ഡോക്ടറെ തന്നെ പോയി കാണാൻ. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് കാലിന് വല്ല കുഴപ്പമായിരിക്കും, എന്തെങ്കിലും പിന്നെ ഞരമ്പ് സംബന്ധമോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും എന്ന് ഞങ്ങൾ മനസ്സിൽ ചിന്തിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഈ ഡോക്ടറിൻ്റെ അഡ്വൈസ് വാങ്ങാമെന്ന് പറഞ്ഞു പോയി. അവർ ചെക്കപ്പ് ചെയ്ത ഉടനെ അവർ പറഞ്ഞു ഒരു MRI എടുക്കണമെന്ന്. അപ്പോഴേ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു പേടി തോന്നി. അത് പറയാൻ നേഴ്സ് എന്നോട് വന്നിട്ട് പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് പേടി പറഞ്ഞു. പിന്നെ അപ്പോൾ എല്ലാവരും പറഞ്ഞു നീ എന്തിനാ പേടിക്കണം, ഇനി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാവില്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ MRI എടുത്തു. പിറ്റേ ദിവസം റിസൾട്ട് വന്ന് നോക്കുമ്പോൾ തിരിച്ച് സ്റ്റാർട്ടായിരിക്കുന്നു. അത് അപ്പോൾ ഒരുപാട് ഷോക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ ആവാത്ത വിധത്തിലാണ്. കാരണം 1 വർഷം ആയിട്ടേ ഉള്ളൂ. അപ്പോഴേ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഷോക്കായി. ഞാൻ ഡോക്ടറെ കാണാൻ വരില്ല എന്ന് പറഞ്ഞു റിസൾട്ട് കണ്ട ഉടനെ. എന്നിട്ട് ഹസ്ബൻഡിൻ്റെ അനിയനും അവരുടെ വൈഫും കൂടിയാണ് പോയി ഡോക്ടറെ കണ്ടിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു പെറ്റ് സ്കാൻ എടുത്ത് നോക്കണം, എന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ടിങ് അല്ലേ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ശരി നോർമലാവും എന്ന് സമാധാനിപ്പിച്ചു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി വീട്ടിൽ വന്നു. ആദ്യമൊക്കെ ഒരുപാട് ഷോക്കായി, പിന്നെ മനസ്സിൽ സമാധാനിച്ചു. പിന്നെ
പെറ്റ് സ്കാൻ എടുത്ത് അതിൻ്റെ റിസൾട്ട് വന്നപ്പം ഞാനും ഹസ്ബൻഡും കൂടി ഡോക്ടറെ കാണാൻ പോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉള്ളിൽ വരുന്നില്ല, നിങ്ങൾ പോയി സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോയി സംസാരിച്ചിട്ട് എന്നോട് പുറത്ത് വന്നിട്ടൊന്നും പറഞ്ഞില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം എന്ന് പറഞ്ഞു. ശരിയെന്ന് വിചാരിച്ചു ഞാനും ഇരുന്നു. അങ്ങനെ 2 days കഴിഞ്ഞ് അവർ വരാൻ പറഞ്ഞു, വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു, കീമോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ബയോപ്സി എടുക്കണം. അപ്പോൾ എനിക്ക് എന്താ ഒന്നും മനസ്സിലായില്ല, ആരും എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ ഇപ്പോൾ ബയോപ്സി എടുക്കാൻ പറയുന്നത് ചോദിച്ചു. അപ്പം ഞാൻ ശരി പിറ്റേ ദിവസം അവിടെ തന്നെ അഡ്മിറ്റാണ്. പിറ്റേ ദിവസം ബയോപ്സി എടുക്കണം. ഞാനിങ്ങനെ റെഡിയായോ, രാവിലെ ഫുഡൊന്നും കഴിക്കാൻ പാടില്ല, കാരണം വയറല്ലേ അല്ലേ, യൂട്രസിൻ്റെ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അവർ ഒരു റെസ്ട്രിക്ഷനും പറയണില്ല. പിന്നെയാണ് വന്നിട്ട് അപ്പോഴും എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ അത് ചെയ്യണ ആൾ, ലാബിലുള്ള ആൾ വന്നിട്ട്, മെയിൻ ആൾ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു ഹസ്ബൻഡിനോട്, ഇങ്ങനെ ലങ്സിൽ ചെയ്യണ കാരണം കുറച്ച് റിസ്ക് ഉണ്ട്. അപ്പോഴാണ് എനിക്ക് ഭയങ്കര ഷോക്കായത്. ലങ്സോ എന്ന് ചോദിച്ചു ഞാൻ എല്ലാവരോടും. അപ്പോൾ ഇങ്ങനെ അതിലാണ് ബയോപ്സി എടുക്കാൻ പറഞ്ഞു, ഒരു ഡൗട്ട് ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ പോയി അതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ കഴിഞ്ഞു. ലങ്സിൽ ബയോപ്സി എടുത്തു. 2 days കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം അതിലും പോസിറ്റീവ്. അങ്ങനെ പിന്നെ ഇപ്പോൾ അവർ എൻ്റെ മോളാണ്, ഞാൻ മോളെ വിളിച്ചു, നൈറ്റായിട്ടും കാണാമല്ലോ. അവർ അമ്മയും അച്ഛനും മോളും കൂടി, മൂത്ത മോളും കൂടിയാണ് പോയത് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ മോളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾ പിന്നെ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞു, അമ്മ കുറച്ച് പ്രോബ്ലം ഉണ്ട് എന്ന് തന്നെ പറയണത്, നമുക്ക് ക്ലിയർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. കാരണം സ്റ്റാർട്ടിങ് ആണ്, 1 centimeter ഉള്ളൂ, അത് കാരണം നമുക്ക് ഇത് ചെയ്യാം എന്നാണ് പറഞ്ഞത്. പക്ഷേ 2 സ്ഥലത്തുള്ള കാരണം ഡോക്ടർ പറഞ്ഞു ഇല്ല എന്തായാലും ശരിയാവും, പേടിക്കാനൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ട്രീറ്റ്മെൻറ്റ് കുറച്ച് നീണ്ടു പോകും. 6 months 21 days ഒരു കീമോ, അങ്ങനെ 6 കീമോ ആണ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ തിരിച്ചും ഒരു ഷോക്ക്, ആ ഷോക്കിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ റിലീഫ് ആവാനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ അന്നൊന്നും ആർക്കും ഫോൺ ചെയ്യില്ലായിരുന്നു, ഫോൺ എടുക്കില്ല. എനിക്ക് എന്ത് കണ്ടാലും ഒരു പേടി. എനിക്കറിയാം ഇങ്ങനൊരു അസുഖമാണ്, അത് ഇന്നത്തെ കാലത്ത് എല്ലാവരും എന്നോട് പറയുന്നുണ്ട് നല്ല മെഡിസിനുകളുണ്ട്, എല്ലാം ശരിയാവും. പിന്നെ നല്ല ഡോക്ടറുടെ അടുത്താണ്, രാമകൃഷ്ണ ഗുഗൻ ഡോക്ടർ, നല്ല ഡോക്ടറാണ്, എല്ലാവരും പറയുന്നുണ്ട്. ഞാനും ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അപ്പോൾ ഒന്നും പറ്റിയില്ല. പിന്നെ അങ്ങനെ ഒരു കീമോ കഴിഞ്ഞു. അപ്പോഴും പേടി. എനിക്കെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഉറങ്ങും ഞാൻ, നൈറ്റ് ഉറങ്ങും. പക്ഷേ പകലൊക്കെ ഒന്ന് ഉറക്കം വരുമ്പോഴൊക്കെ ഭയങ്കര പേടി, എന്തൊക്കെയോ ആലോചിച്ചുള്ള എണീക്കൽ അങ്ങനെയൊക്കെ. അങ്ങനെ 2024 December സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് കീമോ. അങ്ങനെ 6 periods കഴിഞ്ഞപ്പോഴേക്കും April 11 അങ്ങനെ 2025 April 11 എൻ്റെ 6 കീമോ കഴിഞ്ഞു. പിന്നെയും 28 ദിവസം അവർ റെസ്റ്റ് ടൈം തന്നു. അങ്ങനെ ആ 28 ദിവസം കഴിഞ്ഞു പോയി. അപ്പോൾ അവർ സ്കാനിങ് ഒന്നും പറഞ്ഞില്ല, എക്സ്റ്റേണൽ ചെക്കപ്പ് ചെയ്തു. അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചു. അപ്പോൾ എനിക്ക് ദേഹത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല പറഞ്ഞു. അങ്ങനെ അപ്പോഴും ക്ലിയറായി എന്ന് പറഞ്ഞപ്പോൾ ക്ലിയറായി എന്ന് പറഞ്ഞൊരു സമാധാനം മാത്രം. ഈ ഷോക്കിൽ നിന്ന് ഞാൻ അപ്പോഴും പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആ ഷോക്ക് തീരുന്നില്ല. എന്താ നമ്മൾ മക്കളെയൊക്കെ പഠിപ്പിച്ചു, അവർക്കൊക്കെ ഒരു ഫ്യൂച്ചറിന് വരുമ്പോൾ ഒരു നല്ലതൊക്കെ കാണാൻ നമ്മൾ ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഷോക്ക്. കാരണം ഈ ഒരു അസുഖം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഞെട്ടലോടെയാണല്ലോ സമീപിക്കുക. ആ ഒരു ഞെട്ടലായിരുന്നു എനിക്ക്. ആ ഞെട്ടലിൽ നിന്ന് അങ്ങനെ റിക്കവർ ആവാൻ എനിക്കിങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. ശരി, ഇപ്പോൾ സെക്കൻഡ് ടൈം വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ, നമുക്കിപ്പോൾ അതിനൊരു അനിശ്ചിതത്വമായല്ലോ, നമുക്ക് ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയായല്ലോ. അങ്ങനെയുള്ള ഒരു ടെൻഷനിൽ May 8 അങ്ങനെ ചെക്കപ്പ് കഴിഞ്ഞ് ഡോക്ടർ ഓക്കെ പറഞ്ഞു. പിന്നെ ഒരു 1 month കഴിയുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര കാല് കടച്ചിൽ വന്നു തിരിച്ചു.
അപ്പോൾ പിന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പം ഡോക്ടർ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, അത് ഇങ്ങനെ കീമോ ചെയ്തവർക്കൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് അതിന് ടാബ്ലറ്റ് തന്നു. അത് കഴിച്ച് അത് കുറഞ്ഞു. പിന്നെ 3 months വരാൻ പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റിൽ ഞങ്ങൾ പോയി. ഓഗസ്റ്റ് 8-ാം തീയതി പോയപ്പം അന്നും ഡോക്ടർ ചോദിച്ചു എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങളുണ്ടോയെന്നൊക്കെ ചോദിച്ചു. ഒക്കെ ചെക്ക് ചെയ്തു, യൂട്രസൊക്കെ ചെക്ക് ചെയ്തു. പിന്നെ ലങ്സിലൊക്കെ എക്സ്റ്റേണൽ ചെക്കപ്പൊക്കെ ചെയ്തു. പിന്നെ നോർമലാന്ന് പറഞ്ഞു. ഇനിയും 3 months കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഇനി ഞാൻ തിരിച്ചും പോകേണ്ടത് നവംബറിലാണ്. അങ്ങനെ ജീവിതത്തിലൊരു വലിയ പ്രതിസന്ധി നേരിട്ടു. അന്നൊക്കെ എനിക്ക് ഫോൺ തൊടാൻ പോലും പേടി. ഞാൻ ആര് ഫോൺ ചെയ്താലും എടുക്കില്ല. എനിക്ക് എന്ത് ചെയ്യുമ്പോഴും ഞാൻ എന്ത് ചെയ്തിട്ടും ഇനി എന്താ കാര്യം, അങ്ങനെയൊക്കെ ഒരു ചിന്ത വരാൻ തുടങ്ങി എനിക്ക്. പിന്നെയും ഞാൻ മക്കളെ പറ്റി വിചാരിക്കുമ്പോൾ ഭയങ്കര പോസിറ്റീവായിട്ടേ ഇരിക്കും. അങ്ങനെ പിന്നെ വലിയ മോള് PG കഴിഞ്ഞു. 2 പേരും ഏപ്രിലിൽ. ചെറിയ മോള് BSc ഏവിയേഷനാണ് എടുത്തിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ 2 പേരും ഇനി ഫസ്റ്റ് പ്രിഫറൻസ് ജോലിക്ക് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എഡ്യൂക്കേഷനൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വലിയ മോള് അവൾക്ക് PhD ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അത് സ്റ്റൈപ്പൻഡോടെ കിട്ടുകയാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ എക്സാം എഴുതി. പക്ഷെ സ്റ്റൈപ്പൻഡോടെ അവൾക്ക് വന്നില്ല, അത്ര റാങ്കിങ്ങിൽ അവൾക്ക് വന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഒരു വർഷം ഞാനൊരു ബ്രേക്ക് എടുക്കാം, ജോലിക്ക് പോട്ടെ അപ്പോൾ എന്ന് പറഞ്ഞിട്ട് അവളും ചെന്നൈയിലൊരു കമ്പനിയിൽ ജോലിക്ക് കയറി. അങ്ങനെ ചെറിയ മോൾക്ക് അവൾ BSc ഏവിയേഷനാണ് കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ 2-3 ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഏപ്രിൽ മെയ് ജൂൺ ആ സമയത്തൊക്കെ അവൾ ഓരോ ഇൻ്റർവ്യൂവിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവൾക്ക് 4ാമത്തെ ഇൻ്റർവ്യൂവിൽ അവൾക്ക് സെലക്ഷൻ കിട്ടി. ഇത് ഇൻഡിഗോയിൽ ക്യാബിൻ ക്രൂ ആയിട്ട്. ഇപ്പോൾ അവൾ അതിൻ്റെ ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ റീൽസിലേ ആയിരുന്നു എൻ്റെ ലോകം. ഫുൾ ടൈം ഞാൻ റീൽസ് കാണുമായിരുന്നു ഫോണിൽ. റീൽസ് അതാണ് എൻ്റെ മൈൻഡ് എന്നെ റിലാക്സ് ആക്കിയത്. മണിക്കൂറുകളോളം ഞാൻ എപ്പോൾ ലെഷർ ടൈം ഉണ്ടോ അപ്പൊക്കെ ഞാൻ ഈ യൂട്യൂബിൽ റീൽസ് കാണും. അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് വേറെ ഒന്നും ആലോചിക്കാനുള്ള ടൈമില്ല. ഞാൻ മെൻ്റലി കുറച്ച് ഫ്രഷ് ആവും. പിന്നെ ബ്ലാങ്കായി ഒന്നും ചിന്തിക്കാതിരിക്കുമ്പോൾ എനിക്ക് പ്രശ്നം വരില്ല. അങ്ങനെ ഞാൻ റീൽസിലൂടെയാണ് ഞാൻ റിക്കവർ ആയതെന്ന് തന്നെ പറയാം. ഇപ്പോഴും ഞാൻ എന്തെങ്കിലും എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ അപ്പം ഞാനൊരു റീൽസ് ചെയ്യും. ഞാനിങ്ങനെ 2019 സമയത്ത് അന്ന് ലോക്ക്ഡൗണൊക്കെ വന്ന സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ, ഞാനും കുട്ടികളൊക്കെ വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചാനൽ തുടങ്ങിയതാണ്. അന്നൊരു വെറുതെ 2-3 കുക്കിംഗ് വീഡിയോസൊക്കെ ഇട്ടു, ഒരു രസം. പിന്നെ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞപ്പം മക്കൾ പഠിക്കാൻ പോയി ഒക്കെ അതിൽ നിന്നൊക്കെ ഡൈവേർട്ടായി. പിന്നെ ഇപ്പോൾ ഞാനിങ്ങനെ റീൽസ് കണ്ടേ ടൈം കഴിക്കുമ്പോൾ പിന്നെ എനിക്കിപ്പോൾ തന്നെ ഒന്നും ജോലിക്ക് പോകാനുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് വന്നിട്ടില്ല. അപ്പം ഞാനിങ്ങനെ തിരിച്ചും എൻ്റെ ചാനലും ഒക്കെ പൊടി തട്ടിയെടുത്ത് എനിക്ക് പറ്റുന്നമാതിരി ചെറിയ റീൽസൊക്കെ ചെയ്തു. ഞങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ പോയി. ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിലും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞും ഒക്കെ മെൻ്റലി ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി എല്ലാവരും പറഞ്ഞു. അങ്ങനെ കുറേ അമ്പലങ്ങളും കുറേ യാത്രകളൊക്കെ ചെയ്തു. അതിൽ ഞാൻ ചെറിയ വീഡിയോകളൊക്കെ എപ്പോഴും എടുക്കുകയായിരുന്നു. എനിക്കതൊരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ വെറുതെ അതൊക്കെ റീൽസ് ഇടും. ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഇങ്ങനെ റീൽസുകൾ ഇട്ടിട്ട് ഇരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എൻ്റെ ജീവിതം ഇപ്പോൾ ഇതുവരെ എത്തി നിൽക്കുന്നുണ്ട്. ഞാൻ പോസിറ്റീവായിട്ടേ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്കൊന്നും വരില്ല എന്നുള്ള ആത്മവിശ്വാസം. പിന്നെ നമ്മൾ എന്ത് വന്നാലും നേരിടണമല്ലോ. ഇതൊക്കെയാണ് എൻ്റെ ജീവിത കഥകൾ. പിന്നെ ഇത് എൻ്റെ കൂട്ടുകാരായിട്ട് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. എൻ്റെ ജീവിതം എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ ആ റീൽസ് കണ്ടിട്ടും എനിക്ക് യൂട്യൂബാണ് എന്നെ സത്യത്തിൽ പറഞ്ഞ് ഞാൻ റിക്കവർ ആയത് യൂട്യൂബ് കാരനാണെന്ന് പറയാം. കാരണം ഞാൻ വേറൊന്നും ചിന്തിക്കാനേ സമയമില്ലാതെ ഈ റീൽസ് കണ്ടുകൊണ്ടേയിരുന്ന് അതിലൂടെ പോസിറ്റീവായതാണ്. ഇപ്പോഴും പോസിറ്റീവായിട്ട് അങ്ങനെ മുന്നോട്ട് പോകണു. നമുക്കിനിയും ജീവിതത്തിൽ ആഗ്രഹങ്ങളല്ലേ, നമുക്ക് എത്രയായാലും ആഗ്രഹങ്ങൾ തീരില്ലല്ലോ. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ജീവിതകഥ. ഇതുവരെയുള്ള എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. ഇനി മുന്നോട്ടും
നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സഹകരണവും എല്ലാം വേണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു എല്ലാവർക്കും. ബൈ.